ഹലോ നമസ്കാരം കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിക്കണതേ നമ്മൾ ആലക്കോടാണല്ലോ കേട്ടോ. അല്ല ആലക്കോടല്ല, തേർത്തല്ലിയില്. നമുക്ക് തേർത്തല്ലി കണ്ടില്ലേ. അപ്പൊ ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പോയതായിരുന്നു. പോയി തിരിച്ചു വരുന്ന വഴിയാട്ടോ. സമയം ഇപ്പൊ ഏകദേശം 2:58 അപ്പൊ ഇന്നിപ്പോ നമുക്ക് ആലക്കോട് പോകേണ്ട ആവശ്യമുണ്ട്. ആലക്കോടുന്ന് ഉദയഗിരിന്ന് ജയഗിരി, ശാന്തിപുരം വഴി ജയഗിരിയിലോട്ട് പോണ വീഡിയോ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാ. അപ്പൊ നമുക്ക് പോണ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം. നമുക്ക് പാടിപ്പാടി ഇങ്ങനെ പോകാം. നമുക്ക് ഇതല്ലേ എവിടെ ഇരിക്കണേ? ഇങ്ങോട്ട് വാട മുത്തേ. ലച്ചു ഉറങ്ങിയോ? ഉറക്കാണ്. പവർ ബാങ്ക് ചാർജ് ചെയ്യാം. നമുക്ക് കുറച്ച് കഴിയട്ടെ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുവരണം. ഓക്കെ. വണ്ടിക്കകത്തുനിന്ന് ഇത് കുറെ സാധനങ്ങൾ ഇപ്പൊ ചാർജ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്താ വണ്ടി റോഡിന്റെ നടുക്കോട്ട് നിർത്തിട്ടേക്കുന്നത്? വണ്ടിയുടെ മൂല പോലെ. നമ്മൾ നാളെ ദിവസം ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഓർമ്മ ഇവനെ ഓർമ്മ വരുന്നുണ്ട്. എല്ലാം ഇവനെ ഓർമ്മ വരുന്നുണ്ട്. കള്ളൻ അന്റെ തൊപ്പി ഓർക്കുന്നു അല്ലേ? ഇവനല്ല അടിപൊളി ഒരു കീട്ടിലും തൊപ്പിയൊക്കെ മേടിച്ചു. ഫാനൊക്കെ ഇങ്ങനെ കറങ്ങുന്നത്, കാറ്റൊക്കെ അടിച്ചിട്ട്. എവിടുന്നാ മേടിച്ചതാ നമ്മള്? ഇവിടുന്ന് മടിക്കേരിന്നോ? മടിക്കേരിന്ന് മറ്റേ എന്താ ആ മാളിന്റെ പേര് മറന്നല്ലോ. ഇതാണ് ഇവിടെ നല്ലൊരു കിടിലം പ്ലോട്ട് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന ഒരു പ്ലോട്ട്, 1 ഏക്കർ സ്ഥലം. ഇതേമാതിരി പെട്രോൾ പമ്പോ അതല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളോ ബിൽഡിങ്ങോ അതുപോലെ തന്നെ ഓഡിറ്റോറിയം ഇതൊക്കെ പണിയാൻ പറ്റിയ സ്ഥലം. ഇതാണ് കൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ട് ആയിരുന്നില്ല അത്. എന്ത് പർപ്പസിനും പറ്റും. നിങ്ങൾക്ക് എന്ത് ബിൽഡിങ്ങോ വീടോ 10 സെന്റ് 20 സെന്റ് 10 സെന്റ് 20 സെന്റ് കൊടുക്കൂല. പിന്നെ പള്ളി പുതിയൊരു പള്ളിയാണ്. പിന്നെ 25 സെന്റോ 50 സെന്റോ ഒക്കെ ആയിട്ട് പ്ലോട്ട് ആയിട്ട് കൊടുക്കുകയും ചെയ്യും അല്ലേ? അതാണ് തൊപ്പി. അടിപൊളി. ഇതിലെ പോരുമ്പോ നല്ല സ്മൂത്ത് റോഡാട്ടോ. നല്ല കിട്ടിലും കിടക്കാച്ച റോഡാണ്. നമ്മള് നാട്ടിലൊക്കെ പോകുമ്പോ ചില സമയത്ത് ഈ റോഡിനെ പോകട്ടോ. അത് നേരെ പോയിട്ട് നമ്മള് പിന്നെ കണ്ണൂർ അങ്ങോട്ടൊക്കെ കൂത്തുപറമ്പ് അങ്ങനെയുള്ള ഇരുട്ടി അങ്ങനെ ചില സമയത്ത് നമ്മള് എന്താ പറയാ കിളിപാറിയിട്ട് ഒരു പോക്ക് പോകും. ഹൈവേ നോക്കുമ്പം ഹൈവേ കൂടെ NH കൂടെ നോക്കുമ്പം ഫുള്ള് റെഡ് മാർക്ക് കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരെ വേറെ ഏതെങ്കിലും റൂട്ടിൽ കുറച്ച് നേരം പോയാലും നമുക്ക് പ്രശ്നമില്ല. നേരെ വേറെ ഏതെങ്കിലും റൂട്ട് പിടിച്ച് അങ്ങനെ പോകും. പിന്നെ വേറെ കാര്യം, ഞങ്ങൾ ഒരു റൂട്ട് മാത്രം പിടിക്കലില്ല. നമ്മള് പല റൂട്ടിൽ കൂടെ പോകും. കാരണം വെച്ചാല് നമുക്ക് എന്താ പറയാ, പല സ്ഥലങ്ങൾ കാണാം. വണ്ടി നമ്മളത്, എണ്ണ അടിക്കണ നമ്മള് അപ്പൊ നമുക്ക് എന്താ പറയാ, പല സ്ഥലങ്ങളും കണ്ട് ഇന്ന സ്ഥലത്ത് കൂടെ ഒക്കെ പോകാലോ. അതിലൊക്കെ പോയ എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കാണുക അറിയൊക്കെ ചെയ്യാം നമുക്ക്. പിന്നെ വീട് നോക്കി ഇപ്പൊ നല്ല വീടുകൾ കാണുമ്പോ എത്രങ്ങാനും വീടുകൾ അറിയാം. നല്ല നല്ല രസമുള്ള വീടുകള് നമ്മള് പോണ വഴിക്കൊക്കെ വീട്ടിലും കിടക്കാച്ച വീടുകളല്ലേ. ഇവനിപ്പോ വീട് ഭയങ്കര ഇന്ന് ഇത് പറയണ്ടായിരുന്നു റീല് കണ്ടില്ലേ? ഇപ്പൊ നമ്മളെ കഴിഞ്ഞും എനർജിയും പവറൊക്കെ ഇവൽക്കാണ് കേട്ടോ. മറ്റേ വീഡിയോയും റീലൊക്കെ. ചങ്കള ഈ കാണുന്ന സ്ഥലം കണ്ടില്ല നിങ്ങൾ? 25 സെന്റ് സ്ഥലം പാർട്ടി ചോദിക്കണത് 15 ലക്ഷം ഉറുപ്പ്യ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. എത്ര വീഡിയോ എടുത്തു തരാം ഈ ചങ്ങായി അല്ലേ? അടുത്ത ഭാവിയിലുള്ള പിന്നെ റിയൽ എസ്റ്റേറ്റ് ബ്ലോഗറാണ്. ഞമ്മക്ക് ശേഷമല്ല അങ്ങനല്ല, ഞമ്മളതല്ലാതെ ഇനി വേറൊരു ചാനല് വരും കുറച്ച് കഴിഞ്ഞാ ഇവരത്. അപ്പൊ നമ്മൾ റേറോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത് അപ്പം ഒരു ഫോട്ടോ കഴിച്ചിട്ട് കേട്ടോ. അപ്പൊ നമ്മള് റേറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന്റെ ആഗ്രഹം കഴിഞ്ഞില്ലേ? പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് യാത്ര പറഞ്ഞ് ഇനി തുടരുന്നതാണ് കേട്ടോ. പോകുന്നതാണ് നമ്മള്. ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം. അത് എന്താ അറിയില്ല, അങ്ങനെ ശീലമായിപ്പോ. നല്ല രസമുള്ള വെറൈറ്റി സ്ഥലപ്പേര് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ ഒരു രസം വേറെ തന്നെയല്ലേ? അതെ. ഇതൊന്ന് പിടിച്ചേ, ഞാൻ സീറ്റ് ബെൽറ്റ് ഒന്ന് റെഡി ആക്കട്ടെ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ പണിയല്ലേ? ഇത് ഇടലൊരു ചടങ്ങാണേ. റേറോ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാട്ടോ. കണ്ടില്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? ഹൈസ്കൂൾ അല്ലേ? ഗവൺമെന്റ് ഹൈസ്കൂളാണ് റേറോ. ഹൈസ്കൂള്
പള്ളി ഉണ്ട്, ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അത് ചെറിയൊരു ടൗൺ ആണ് അല്ലെ? ചെറിയ ടൗൺ ആണ്, പക്ഷെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആ പേര് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, റേറോ. എവിടെ വീട്? റേറോത്ത്. കുറച്ച് ഇടങ്ങാറാണ് അല്ലെ? അപ്പാർട്ട്മെന്റുകൾ അവിടെ അപ്പാർട്ട്മെന്റുകളൊക്കെ വാടക കൊടുക്കട്ടെ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമ്മളെ ചങ്കളാരയിലൊക്കെ വീഡിയോ കാണുക അല്ലെങ്കിൽ കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ നിങ്ങൾ എവിടെയാന്നുള്ളത്. പിന്നെ നിങ്ങളെ സ്ഥലങ്ങൾ ഏതൊക്കെ നമുക്ക് പരസ്യമൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിലാണ് ചടപടേന്ന് പറഞ്ഞിട്ട് വിളിച്ചോളേ. ഇതൊരു വല്ലാത്തൊരു വളവ് തന്നെയല്ലേ ഇവിടെ? ഇവിടെ ഒരു ഭയങ്കര വളവാ. പിന്നെ അവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടാവും, കുറച്ച് റിസ്ക് ആണ്. ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ നിർത്തിയിടുകയും ചെയ്യും. പാലം കണ്ടോ? പാലം, റേറോ പാലം. ഇവിടെ ചെറിയൊരു പുഴ ഉണ്ട് അവിടെ താഴെ. ഇല്ലേ, ഇങ്ങനെ പോകുന്ന മുകളിലാണ്ടല്ല, പണ്ടൊക്കെ പള്ളി ഉണ്ട്. ആ വഴി പള്ളിയിലോട്ട് എത്ര കിലോമീറ്റർ കൂടി ഓടും? 16 കിലോമീറ്റർ മൈലേജ്, 16.5 കിലോമീറ്റർ മൈലേജ്. നല്ല റോട്ടുമ്പോ കൂടെ നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കുറവാ. കുന്നുമലയൊക്കെ കേറുമ്പോ മൈലേജ് കുറച്ച് കുറയും. നമുക്ക് പിന്നെ എങ്ങനെയായാലും ഈ ഒരു ഇത് കിട്ടുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ഒരു 15. എന്നാലും കുഴപ്പമില്ല, നമ്മളെ വണ്ടി പൊളിയാണ്, മുത്താണ്. നല്ലൊരു വീടൊക്കെ ഇതൊക്കെ പണ്ടത്തെ സ്റ്റൈലിലൊരു വീട് കണ്ടോ അവിടെ? അമ്പലത്തിന്റെ പോലെ ഉണ്ട് അല്ലേ? നല്ല രസം. അങ്ങോട്ട് ബസ് വരുന്നേ? ബസ് ചെറുപുഴക്കായിരിക്കും. ചെറുപുഴ, കളിപ്പറമ്പ്, ചെറുപുഴ പോണ ബസ്. ഇവന് പറ്റിയൊരു സ്ഥലപ്പേര് വരുന്നുണ്ട്, കുറിഞ്ഞിക്കുളം. കുറിഞ്ഞിപ്പൂച്ച ഇരിക്കണം ഇവിടെ. കുറിഞ്ഞിപ്പൂച്ച, ഞങ്ങളെ കുറിഞ്ഞിപ്പൂച്ച കണ്ടോ? രണ്ടോ ഫാന് കറങ്ങണ്ട് ഇവിടെ. പൊക്കി കാണിക്ക്, കണ്ടോ ഫാൻ? വാവായിട്ട് കണ്ടോ? ഈ കടയിൽ എന്നും നല്ല നല്ല പഴം തൂക്കിട്ടാണ്. ഞാൻ കണ്ടില്ല. ഞാൻ നെയ്പോനാ? പൂവമ്പഴം ഉണ്ട്, നേന്ത്രപ്പഴം ഉണ്ട്, നല്ല അടിപൊളി. ഈ ഇടയ്ക്കത്തെ പഴം നല്ല രസമുണ്ട് അല്ലേ? നെയ്പൂവൻ നമ്മള് എവിടുന്ന് പറഞ്ഞല്ലേ, മറ്റേ വെള്ളോറ അല്ലേ? അത് സ്ഥലത്തിന്റെ അയാളെ ടാറ്റ തരുന്നുണ്ടല്ലോ വണ്ടി. ആണോ? വീഡിയോ കാണുന്ന നമ്മളെ ചങ്കാരയിലായിരിക്കും. അല്ല, വൈപ്പർ ആടി കിടക്ക, മൂപ്പര് അറിഞ്ഞിട്ടില്ല. ഇതെന്താ ടാറ്റ തരാണ് വിചാരിച്ചി? നാസറാക്കാന്റെ വീഡിയോ ഉണ്ടല്ലോ, അങ്ങനെ ആടിക്കൊണ്ട് കിടാ. മൂപ്പർക്ക് അറിയുന്നില്ല. അപ്പൊ പറ, വിളിച്ചു പറ അവിടെ പോയി. അതാണ് നല്ല വണ്ടിയാണ്, പെരുമ്പോക്ക് പോണ്ട്. നമ്മളതൊന്നും ഓടി അതിന്റെ മുന്നിലെത്തൂല. ഓല് പറക്കുമ്പോ നമ്മള് ഇങ്ങനെ നമ്മളെ വണ്ടി കുറച്ച് ചീറം കിടന്നില്ലേ, വലിഞ്ഞാണ്ട് എത്തൂല. അല്പോ നമ്മളത് പോകുമ്പോ നമുക്ക് പേടിയാവും. പോകുമ്പോ ഒറ്റ പോകും. ഇനി നമ്മള് ചെല്ലണ നല്ല അടിപൊളി കിട്ടില്ലെന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അരങ്ങല്ല, അരങ്ങം വന്നില്ല. നമ്മള് അരങ്ങത്തോട്ടാണ് നമ്മള് ചെല്ലണത്. അത് നല്ല നിരപ്പും നല്ലൊരു അമ്പലവും ഒക്കെ ആയിട്ട് നല്ല വൈബ് സ്ഥലം ആണോ? ഒരു മലയുടെ താഴ്വാരം അല്ലേ? അതെ, മലനിരേന്റെ ഒരു താഴ്വാരം ഇവിടുന്ന് കാണാന്. ശരിക്കും ആ മലനിരേന്റെ ഒരു താഴ്വാരാണ് ഇത് അല്ലേ? നല്ല നിരപ്പായി കിടക്കണ സ്ഥലം. പണ്ട് കാലങ്ങളിലെ ആൾക്കാർ മല തെരഞ്ഞാവും പോയിക്കൊണ്ടിരുന്നത് കൃഷി ചെയ്യാന്. വിട്ട് ഇങ്ങനെ സ്ഥലമൊക്കെ മേടിച്ച് അവിടെയൊക്കെ ആകുമ്പോ മല ഇതാവുമ്പോ അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. എന്തും നട്ടുപിടിപ്പിക്കാലോ. അതാണ് അരങ്ങ അമ്പലം. ഇപ്പൊ നമ്മളെ വീഡിയോയുടെ അടിയിൽ ആൾക്കാർ വന്നിട്ട് കമന്റ് അടിക്കുക, ആനണ്ട്, പുലിയുണ്ട്, കടുവുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തോ, പണ്ട് കാലത്ത് അവര് വരുമ്പോ എന്തായാലും ഇതിലേറെ വലിയ സംഭവങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അതിനൊക്കെ തരണം ചെയ്തിട്ടല്ലേ അവര് ഇക്കോലം എന്താ പറയാ ഇത്രയും സംഭവം സെറ്റപ്പ് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് പറയാണ്, നമ്മള് പറയണ ആനണ്ട്, പുലിയുണ്ട്, കടുവുണ്ട്, പിന്നെ കാട്ടുപോത്തിനൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അത് അങ്ങോട്ട് പോണ ആന. കാട്ടുപോത്ത് എന്തായാലും ഇതുവരെ ഇറക്കിയിട്ടില്ല ആരും. പോലീസ് സ്റ്റേഷൻ വേണ്ട, ആലക്കോട് പോലീസ് സ്റ്റേഷൻ അത്
നല്ല കിടിലം കാഴ്ച റോഡുകളാട്ടോ. കുറച്ചങ്ങോട്ട് കട്ട റോഡ് ഉണ്ട് അല്ലേ? മേളിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് പോയാല് നമ്മളിപ്പോ ആലക്കോടിന് പോണില്ല. ആലക്കോടിന് പോകാതെ പിന്നെ നേരെ വെച്ച് പിടിക്കാണ് കിട്ടും. എന്താണ് സ്ഥലപ്പേര്? മറ്റേ ജയഗിരി. അതന്നെ, കൊറേ ഗിരികളുണ്ട്. ജയഗിരി ഉണ്ട്, ഉദയഗിരി ഉണ്ട്, ജോസ്ഗിരി ഉണ്ട്. ഗിരികള് കൂടുതലുള്ള സ്ഥലം നമുക്ക് കണ്ണൂരാന്ന് തോന്നുന്നു അല്ലെ? ഇവന്റെ പേര് വല്ല ഗിരി എന്നിട്ടാലോ നമുക്ക്? ഇവന്റെ പേരല്ലേ? അങ്ങനെയാക്കണ്ടേ? കൊച്ചുഗിരി എന്നിടാ. കൊച്ചുഗിരി. നിന്റെ പേര് ഞാൻ ഇനി കൊച്ചുഗിരി. ഗിരി ഗിരിയേട്ടാ അങ്ങനെ വിളിച്ചോട്ടെ എനിക്ക്. ഗിരിയേട്ടന്റെ സ്റ്റൈല് കണ്ടില്ലേ? ഗിരിയേട്ടന്റെ സെറ്റപ്പ്. ഗിരിയേട്ടന്റെ സെറ്റപ്പ് നല്ല വളവ് പറഞ്ഞു നല്ല ഇങ്ങനെ വളവും തിരിവൊക്കെ തുടങ്ങി തോന്നല്ലേ? ആ നോക്കിയിരുന്നോടാ, വണ്ടിയൊക്കെ വരുന്നുണ്ടൊക്കെ റെഡിക്ക് നോക്കിക്കോ. വരും വളവാ. ഇങ്ങനെയല്ലേ വണ്ടി ഓടിച്ചോണ്ടിരുന്നേ? വേണ്ട, മറ്റേ അത് വേണ്ട. സ്കൂട്ടി അല്ല, അങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ കൊണ്ടിട്ട് പൈപ്പൊക്കെ കൊണ്ടുവച്ചാണ്. കാട് കേറിന് എന്തിനു വേണ്ടിട്ട് ഇറക്കിയതാണാവോ? അത് ഈ ഇലക്ഷനിൽ ചിലപ്പോ അതറിയും. അത് ആരവിടെ കൊണ്ടുപോയിട്ടു എന്നൊക്കെ. ഏതാ പന്റെ ചിരി? വെള്ളക്കുപ്പി ഉണ്ടോ അതില്? വെള്ളം കഴിഞ്ഞു തോന്നണം, കുറച്ചിട്ടുള്ളൂ. ഞമ്മക്ക് എവിടെയെങ്കിലും പമ്പ് കിട്ടുവോ? പമ്പ് ഇനി ഒരു പമ്പ് ഉണ്ട്, അതില് വെള്ളം ഉണ്ടാവില്ല അല്ലേ? നോക്കാം. വെള്ളം മേടിക്കേണ്ടി വരും, താഴ്ന്നു മേടിക്കേണ്ടി വരും. നല്ല വീടുകൾ ഉണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ കുടിയേറി വന്ന് താമസിച്ച ആൾക്കാരാണ്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അല്ലേ? ഇങ്ങോട്ടേക്ക് വലിയ വീടുകൾ വേണ്ടേ സൈഡിലൊക്കെ? പോയി മൊബൈലൊന്നും ഞാൻ തരികയില്ല. മൊബൈൽ വെച്ചുള്ള കളിയേ ഇല്ല. എനിക്ക് വഴി അറിയാം. എനിക്ക് വഴി അറിയാട്ടോ. ഇത് വല്ലാതെ മൊബൈല് നോക്കിയ കണ്ണു പൊട്ടും, കണ്ണു പൊട്ടിപ്പോ. എവിടെ കാണണ്ട. അച്ഛനും അമ്മയും ഹെൽമെറ്റ് ഇട്ട്, കുട്ടിക്ക് മാത്രം ഹെൽമെറ്റ് ഇല്ല. കൊച്ചിനെ കൂട്ടാൻ പോയതായിരിക്കും. എന്നാലോ കുട്ടാപ്പറമ്പ് ഇവിടെയാണ് നമ്മളെ ആദ്യത്തെ വീഡിയോ. ഫസ്റ്റത്തെ കൂട്ടാപ്പറമ്പിലെ ഫസ്റ്റത്തെ വീഡിയോ. ആലക്കോട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ നമ്മൾ ആലക്കോട് ഇങ്ങനെ വരൽ തുടങ്ങി അല്ലേ? ഈ റോഡിനല്ലേ പോയിന്ന്? ആ റോഡിന്. അങ്ങനെ എല്ലായിടത്തും കൂടെ പോകാണല്ലോ. ഇവിടെ അല്ലേ നമ്മള് വന്നെന്നുള്ളൊരു ഓർമ്മ നമുക്ക് ഉണ്ട് കേട്ടോ. കാരണം ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മളിപ്പോ എത്തിയതായിട്ട്. കാസർഗോഡ് ജില്ലയുടെ മുക്കും മൂലയിലൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. നല്ല തെങ്ങും തോട്ടം, പച്ച വിരിച്ച തെങ്ങും തോട്ടം. കേരളം ഇപ്പൊ റബ്ബറുകളായി മാറി. മാവ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ മുത്തുമണിയെ നമ്മൾ ഇതാണ്ട് ഇനി അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നതാണ്. പെൻസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമില്ലായിട്ടല്ല, കായ് വേണ്ടറാ. നമ്മളാ സെറ്റപ്പിൽ എത്തണില്ലല്ലോ. ഇവിടെ എന്നും കാണാൻ ഒരു വണ്ടി നിർത്തിട്ടേക്കുന്നത് ഈ ഒരു വളവില്. ഇവിടെ അത് എന്നേലും ഒരു ദിവസം അതിന്റെ മൂലം കൊണ്ട് പോകുമ്പോ ഇന്നാള് വന്നപ്പോഴും ഉണ്ടായിരുന്നു അവിടെ അല്ലേ? എല്ലായിടത്തും ഉണ്ട് വണ്ടി റോട്ടും. അതുണ്ടാവും, സ്വാഭാവികം. അത് ഏതെങ്കിലും ഒരു മൂല പൊളിയുമ്പോ പിന്നെ നമുക്ക് നിർത്തിട്ടാലോ? നിർത്തിക്കോളും. നമുക്ക് നിർത്തണ്ട, നമ്മളെ വണ്ടിന്റെ മൂല പൊളിയണ്ട. ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷെ നന്നാക്കാൻ കൊണ്ട് വെച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് അതിന് പൈസ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിന്റെ ഷേപ്പും പോയി ഒരു ഗുമ്മുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ആൾക്കാർ പറയാം അത് തട്ടിയ വണ്ടിയാണ്, ഇടിച്ച വണ്ടിയാണ്. അതെ, അതിന്റെ മൂലേ വണ്ടി KSRTC ഇല്ലേ വന്നിട്ട് ഇടിച്ചതാണ്. ഈ ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന പകുതി മുക്കാലും വണ്ടി കൊണ്ടുപോയി നിർത്തുന്നതിന്റെയും കരുതാത്തതിന്റെയും തോന്നുന്നു. അത് കേക്കാൻ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണൂർക്കുള്ള ബസ്സാണ് പോലെ തളിപ്പറമ്പിനും അല്ലേ? ആരെന്റെയോ പിന്നെ അടിച്ച് ഷേപ്പ് മാറ്റുന്നു. എന്താ പോന്റെ പറഞ്ഞു നോക്കാ. പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഓന്റെ ഒരു ചിരിയാണ്ടോ ഓനുണ്ടല്ലോ. 4 മണിക്ക് നമ്മൾ അവിടെ എത്തണം.
അല്ല ഒരു കുപ്പി വെള്ളം കിട്ടല് നിർബന്ധമാണ്. എനിക്ക് ദാഹിക്കുന്നുണ്ട്. നമുക്ക് ഇനി ടൗൺ ഇല്ല അങ്ങോട്ട്. ഞങ്ങൾക്ക് റോഡ് ഇവിടെ വെച്ച് തീരുകയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും കേട്ടോ. പണ്ട് കാലത്ത് വന്ന ആൾക്കാർക്കൊക്കെ മലേന്റെ മണ്ടക്ക് കോറി എന്തുണ്ട് ഇപ്പല്ലോ. അതിന്റെ ഒരു ഇതിങ്ങനെ ഉണ്ട് അവിടെ. ഇനി അമിത്തൊരു ഗാനം ആലപിക്കുന്നതായിരിക്കും. കിച്ചുവിന്റെ വക ഒരു പാട്ട് പാടിക്കേ. നല്ലൊരു ഗാനം ആലപിച്ച്. പാട്ട് പാടറോ? കിച്ചുവിന് പാട്ട് അറിയില്ല ഗൈസ്. അവിടെ ഒരു ഇലക്ട്രിക്കിന്റെ സ്കൂട്ടി പോണടാ. അങ്ങോട്ട് നോക്കിയാ ഭയങ്കര സ്പീഡല്ലേ. ആള് തിരക്കടില്ല കേട്ടോ. ഭയങ്കര സ്പീഡായിരിക്കില്ലേ ഇലക്ട്രിക്കിന്റെ സ്കൂട്ടിക്കെല്ലാം. സൗണ്ടും ഉണ്ടാവില്ല. സൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ നിന്ന് കഴിഞ്ഞാ പിന്നെ അതില് വേറെ വണ്ടി വിളിച്ചു കൊണ്ടുവരും. പൈസ ചെലവില്ല. കറണ്ട് ഇങ്ങനെ ചാർജ് ആക്കിയാൽ മതി. നമ്മളെ ഇവിടെ പമ്പ് അവിടെ വെള്ളം മറ്റേ സൈസ് വെള്ളം തോന്നുന്നു. പക്ഷെ നമുക്കൊരു ഇലക്ട്രിക് വണ്ടി എടുക്കണ കുറച്ച് ലാഭം തോന്നുന്നു. നമുക്ക് ഈ ഡെയിലി പോക്കല്ലേ അല്ലേ? ഇലക്ട്രിക് ആവുമ്പോ ലാഭമായി. എവിടെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ആ കുത്തിയിട്ടിട്ട് പോണെന്നുണ്ടെങ്കിൽ അത് ഊരെടുത്താലില്ലേ പിന്നെ ഓടിച്ചു ഓടിച്ചു പോയാ ആ കാണുന്ന മലേന്റെ അപ്പുറത്താണ്ട് വേറൊരു മല. അതിന്റെ സെന്ററിലാണ് ആ കാണുന്നത് അല്ലേ? അവിടേക്ക് ആ കാണുന്നത് ഒരു മലനിര. അതിന്റെ അപ്പുറത്താണ്ട് വേറെ. എന്താലേ ഓടിച്ചു പോകുമ്പോ ഇത് ചാർജ് തീർന്ന നമ്മൾ പിന്നെ ചാർജ് ആക്കും. പിന്നെ ചാർജിങ് പോയിന്റ് ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലോ. പമ്പിലൊക്കെ ഉണ്ടാവൂലേ? അന്റെ പോണ് എവിടെയോ വാർപ്പുണ്ട്. അപ്പൊ അതിനുള്ള സാധനം കൊണ്ടുപോകും. ഇലക്ട്രിക് വണ്ടി എല്ലാരും ഇലക്ട്രിക് ആക്കിട്ടോ. ഇലക്ട്രിക് യുഗത്തിലേക്ക് എല്ലാരും മാറിക്കൊണ്ടിരിക്കുക. ഇനി ഒരു അടുത്ത 2025 അല്ലേ? 2050 ആവുമ്പത്തേനും മൊത്തത്തില് എല്ലാരും ഇലക്ട്രിക്കിന്റെ സംഭവങ്ങളൊക്കെ ആയി മാറും. ഇനി വണ്ടികളൊക്കെ ഇപ്പൊ തന്നെ ആയില്ല. എന്തിനാ 2050 പോണത്? അങ്ങനല്ലേ, കൊറേ കഴിയുമ്പത്തേന് അല്ലേ? ഇല്ലാന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേന് തെളിയും അല്ലെ? ഒരു 2 കൊല്ലം കൂടി കഴിയുമ്പോഴത്തേന് അല്ല 2 കൊല്ലം കൂടി കഴിയുമ്പോഴത്തേന് തള്ളപ്പൊടി ഒന്ന് തെളിയും. ഒന്ന് കുറച്ചൊന്ന് കലങ്ങി തെളിയാണ്ട്. ഇത് എവിടെ? കാർത്തികപുരം. ഇത് ഇവിടുന്ന് ഇനിയിപ്പോ എങ്ങനെ പോകും? അതെന്താണ് സ്കൂളാ? അത് സ്കൂള് ഉദയഗിരി ഇടത്തോട്ട്. ഇതാണ് നമ്മളെ ഉദയഗിരി ടൗൺ കേട്ടോ. ഉദയഗിരി ടൗൺ. കാർത്തികാപുരം. ഇത് ഏത് സ്ഥലം പേര് പറഞ്ഞേ? ഇത് കാർത്തികപുരാണ്, ഉദയഗിരി അല്ല. അത് കാർത്തികപുരം. കാർത്തികപുരം പാലം കഴിഞ്ഞിട്ട് അങ്ങനെ പോണം. അതെ, കാർത്തികപുരം പുഴയാണ്. ഇവിടുന്ന് വ്യൂ നോക്കാം. ഏതാ മുതല്? ഇവിടുന്ന് പറഞ്ഞാലും വെള്ളം വാങ്ങേണ്ടി വരും. നമുക്ക് അങ്ങ് പോണ്ടേ? അങ്ങ് പോകേണ്ടി വരും. കാർത്തികപുരം. കാർത്തികപുരം നിർത്താൻ സ്ഥലം ഉണ്ടോ? ഇവിടെ ഇടുന്നല്ലോ. ജ്യൂസ് അല്ല, വെള്ളം, സാധാ വെള്ളം. ഇവിടെ ഉണ്ടാവും ഈ കടയില്. ശാന്തിപുരത്തുനിന്ന് വാങ്ങാം. ശാന്തിപുരത്തുനിന്ന് ആണോ? ആനിയമ്മ ടീച്ചർ. താമരയാണ് അടയാളം. പിന്നെ എല്ലായിടത്തും ഫ്ലക്സുകളായി തുടങ്ങിയില്ലേ?
എല്ലായിടത്തും ഭയങ്കര പൊട്ടിപ്പാറി ഇലക്ഷൻ. ഫ്ലക്സുകളൊക്കെ എല്ലായിടത്തും വെച്ചു കഴിഞ്ഞു. ഇനി അധികം ദിവസമല്ല. ഇന്നിപ്പോ 30-ാം തീയതി ആയി. ഇനി ആകെ 8-10 ദിവസം കൂടെ ഉള്ളൂ. എത്രാം തീയതിയോ 11-ാം തീയതിയോ? അപ്പൊ ഞാൻ ആകെ 10 ദിവസമല്ലേ ഉള്ളൂ. 11, 12 10-ാം തീയതി. കണ്ടോ 10-ാം തീയതി നാട്ടിൽ പോകേണ്ടി വരും അല്ലേ? 10-ാം തീയതി വൈകുന്നേരം നാട്ടിൽ പോയാൽ 11, 12, 13, 14 4-5 ദിവസം ലീവ് ഉണ്ട്. 11 വ്യാഴം, പിന്നെ വെള്ളിയാഴ്ച വേറെ എന്തോ ഒരു ലീവ്. വ്യാഴം, വെള്ളിയും, ശനിയും, ഞായറും. അങ്ങനെ കുറച്ചു ദിവസം. പിന്നെ നല്ലൊരു വീട്. നമ്മളിപ്പോ എത്ര കിലോമീറ്റർ ഓടി വന്നില്ലേ? ഇവിടെ റബ്ബറൊക്കെ തെളിക്കാൻ തുടങ്ങിട്ടോ. പിന്നെ റബ്ബർ തെളിക്കാതെ വെറുതെ അവിടെ ഇട്ടാ റബ്ബർ കാണുമ്പോ ഒരു നോട്ടാണ്. ഇതാണ് ഉദയഗിരി. അപ്പൊ നമ്മള് ഉദയഗിരിയിലെത്തി. കാർത്തികപുരത്തുനിന്ന് വെറും ജസ്റ്റ് അധിക ദൂരമൊന്നുമില്ല ഉദയഗിരിയോട്ട്, കുറച്ച് ദൂരമേ ഉള്ളൂ അല്ലെ? അപ്പൊ ഉദയഗിരി കുരിശുപള്ളിയാണിത്. ഉദയഗിരിയിലെത്തി. ഉദയഗിരി ഇനി ഇവിടെ നമുക്ക് നേരെ മേലേക്ക് വെച്ച് പിടിക്കണം. നേരെ അതിൽ നമുക്ക് താബോറിന് പോണം. താ റോഡ് അറിയില്ല. അവിടേക്ക് എല്ലാ നേതാക്കന്മാരും ഉണ്ടല്ലോ. എല്ലാരും ഉണ്ട് വരിക്ക്. അരിവിളഞ്ഞ പോയി അവിടെ കോഴി പോത്തൊക്കെ ഉണ്ട് കേട്ടോ. കൊറേ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ. ഇവിടെ തീപ്പൊരി, എന്താണ് തീപ്പൊരി പാറ യുദ്ധം, എന്താണ് പൊട്ടിപാറ യുദ്ധം. പൊടിപാറ യുദ്ധം. ഇവിടൊക്കെ നല്ല നല്ല വീടുകളാണോ അല്ലേ? വീടുകളൊക്കെ അതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ? കൊറേ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുണ്ടല്ലോ. പറഞ്ഞു നമ്മള് ഉദയഗിരി വെള്ളം വാങ്ങാഞ്ഞ്. വെള്ളം ഞാൻ അവിടെ ഒരു കട കണ്ടിട്ടുണ്ട്. ആ കട ഉണ്ടാകുവോ? ഇല്ലെങ്കിൽ നമ്മള് വെള്ളം കുടിക്കൂല. ഞാൻ അവിടെ നിർത്താൻ പറഞ്ഞു നിങ്ങളോട്. പമ്പിന്ന് നിർത്താലും മതിയെന്ന്, അവിടെ നിർത്തിയില്ല. നല്ലൊരു കടയുന്നത്. ഏത്? ഇപ്പൊ നമ്മളാ ചവിട്ടിയത് നേരത്തെ. കടകൾ ഇനി മേലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ദാഹിക്കുണ്ടോ? ദാഹിക്കാൻ അങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ചെറിയ മലകൾ കയറി ഒരു മലയുടെ മണ്ടക്കെത്തും. ആ മല അപ്പുറത്തോട്ട് ഇറങ്ങും അല്ലേ? ഏതായാലും ഇലക്ഷൻ ആവുമ്പോ ഭയങ്കര റോഡൊക്കെ നന്നാവും. എന്തായാലും ഞങ്ങളുടെ ടൂറൊക്കെ പോകണ്ടെങ്കിൽ ഇലക്ഷന്റെ ടൈം ആകുമ്പോഴത്തേന് പോകാൻ നോക്കിക്കോളി കേരളത്തിൽ കൂടെ. അതാണ് ഏറ്റവും ബെറ്റർ. എല്ലാ ഊടുവഴിയും റോഡും സംഭവവും യൂറോപ്യൻ മോഡലിലേക്ക് ആടാക്കിട്ട്. ഇലക്ഷൻ ആണോ? ഇനി ഈ റോഡ് പൊളിഞ്ഞാൽ 5 കൊല്ലം കഴിയട്ടെ അല്ലേ? 5 കൊല്ലം കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ സെറ്റാക്കും. അപ്പൊ ടൂറ് പോണവര് എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്തോളി. ഫ്ലക്സ് ഇറക്കണോ? നിങ്ങളൊക്കെ നാട്ടില് നേതാക്കന്മാരൊക്കെ ആയോ? അതോ അല്ലെ സ്ഥാനാർത്ഥികളൊക്കെ ആയോ? എന്താണ് നിങ്ങളെ നാട്ടിലൊരു അവസ്ഥ? നിങ്ങളെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാന്നൊക്കെ ഒന്ന് ഫോട്ടോ ആയിട്ടൊന്ന് കമന്റ് ചെയ്തോളി. നമ്മളെ സ്ഥാനാർത്ഥി കിടന്നുറങ്ങി. നമ്മളെ സ്ഥാനാർത്ഥിക്ക് തൊപ്പി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കാണ്ട്. ആ സ്കോർപ്പിയോ നല്ല ലുക്ക് ഉണ്ട്. പിറകുവാണോ? ഒരു കഷ്ണം ഉണ്ട് അവിടെ കിടക്കുന്നത്. വെയില് പോയില്ലേ? വെയിലുണ്ടായ ഗതികേടാണ്. വെയില് പോയി. നാടറിഞ്ഞ വികസനത്തിന്റെ തുടക്കം കുറിക്കാൻ. പൈസയോ? എവിടുന്ന്? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വെള്ളവും കിടന്ന് ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ SNDPന്റെ ഇതുണ്ടല്ലോ.
ഈ ഫുള്ള് റബ്ബർ, കവുങ്ങ്, തെങ്ങ്, പിന്നെ വീടുകൾ കുറവായിരിക്കും. 4 ഏക്കർ, ഒരു 2 ഏക്കർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു വീട്. ടൗണ് മാറിയുണ്ടോ അതൊക്കെ റബ്ബർ തോട്ടം. അങ്ങനെ നമ്മള് ശാന്തിപുരത്ത് എത്താനായി തോന്നുന്നുണ്ടോ. ശാന്തിപുരം നല്ല നല്ല പേരുകളല്ലേ. ശാന്തിപുരം, ജയഗിരി, ഉദയഗിരി, ജോസ്ഗിരി, അരിവിളഞ്ഞ പൊയിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ടൗൺ. ഇവിടെ ഉണ്ടാവില്ല പാളി. ഇതാണ് ശാന്തിപുരം. അപ്പൊ വെള്ളം ഭാഗ്യണ്ട്. അപ്പൊ അവിടെ പോയി മേടിക്കണം. യെസ്, വീഡിയോ കാണുന്ന ആൾക്കാരാന്ന് ചിരിക്കണ്ട്. അപ്പൊ അവിടെ പോയിട്ട് മേടിച്ചിട്ട് വാ. പോരാ 20 ഉറുപ്പിന്റെ അവിടെ അറിയില്ല. ഓ എന്റെ ഉണ്ടാവും പൈസ ഉണ്ടല്ലേ. ഓ നൈസായിട്ട് എടുത്തു. ഓനെ പേഴ്സിനകത്തൊക്കെ വെക്കാനാവും. നമുക്ക് പോകേണ്ടത് ആ മേലക്കുള്ള റോഡില്ലേ, ഇങ്ങോട്ട് ആ മേലക്കുള്ള റോഡ്. നമ്മളെ മുകളിലോട്ട് വെള്ളം കിട്ടിയൊന്നുമില്ലേ. നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിവിടെ. പിന്നെ ശാന്തിപുരം അങ്ങനെ കൊറേ പോലെ ആൾക്കാരുണ്ട് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ വീഡിയോ കാണുന്നവര്. അല്ല ആ ടീം വന്നില്ല. ഞാൻ മൂപ്പരുണ്ട് അവിടെ കാണാൻ പോവാ. വീട്ടില് അങ്ങോട്ട് പോവാ. സ്ഥലത്തിന്റെ ഒരു വീഡിയോ എടുക്കണം. അപ്പൊ അതിന് പോവാം. അവിടെ ബസ് വരുന്നുണ്ട്. വേർത്തോ കളിപ്പറമ്പിന് പോണ ബസ്സാണ് വരുന്നത്. വെറുതെ അല്ല ഇവിടെ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നല്ലേ. ഞാൻ ഇലക്ഷന് പോവാണെന്ന് വിചാരിച്ചു. ഇലക്ഷന്റെ പ്രചരണത്തിന് കൊറേ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങ് മേലെ എത്തണം അല്ലേ. ഇനി കൊറേ ദൂരം പോകണ്ടോ? കുറച്ചല്ലേ കുറച്ചുള്ളൂ. സ്ഥലങ്ങളുണ്ട് കേട്ടോ, കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങൾ. നമ്മൾ 7.5 ഏക്കർ ഒരു 7.5 ഏക്കർ അല്ലേ. അതുപോലെ തന്നെ 2 ഏക്കർ 2.5 ഏക്കർ 8 ലക്ഷം രൂപയ്ക്ക്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളാണ്. കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്ന മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കിടിലം കിടക്കാച്ച പ്ലോട്ടുകൾ. പറഞ്ഞോ അല്ല അവിടെ ഇരിക്കണ്ട്. വെള്ളം കുടിച്ചിട്ട് തൊണ്ടയിൽ കിശ് കിശ്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങള് സെയിലിനുണ്ട് കേട്ടോ. നമ്മളെ ചാനലിലൊക്കെ ഫുൾ വീഡിയോയും ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളി. നല്ല നല്ല സ്ഥലങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, സ്ഥലങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചെക്ക് ചെയ്താൽ ഇഷ്ടം പോലെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ സ്ഥലങ്ങൾ വിൽക്കാണ്ടെങ്കിൽ പരസ്യമൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ 4 ആളെ അറിയിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിലാണ് വിളിച്ചാൽ മതി. നമ്മൾ വന്നിട്ട് വീഡിയോ എടുത്ത് വിൽക്കാൻ വേണ്ട ഒരുവിധം എല്ലാ സംഭവങ്ങളും സെറ്റപ്പുകളും നമ്മൾ ചെയ്തിരുന്നു. ഇവിടെ കണ്ടല്ലോ വലിയ 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 കിടിലം കിടക്കാച്ച വീടുകൾ ഒരു ഹരായി മാറിയപ്പോ റബ്ബർ തോട്ടം നോക്കാം. 2 സൈഡിലും റബ്ബർ. നല്ല കാടെല്ലാം വെട്ടി കിടക്കുന്ന തോട്ടാണ്. ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട് ഇരിക്കുന്ന ആൾക്കാർക്കല്ല, നല്ല കൃഷി മണ്ണിൽ ഇറങ്ങി പണിയെടുത്ത് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അങ്ങനെ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കഴിയുന്നത് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് സ്ഥലങ്ങൾ കച്ചവടമാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാച്ച് ചെയ്താൽ നല്ല നല്ല കിടിലം പ്ലോട്ടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ശരിയല്ലേ? അതെ, ശരിയാണ്. അപ്പൊ നമ്മളിതാണ് അടുത്ത ഉദയഗിരി ഗ്രാമപഞ്ചായത്തിലെത്തിയില്ലേ. ഉദയഗിരി ഗ്രാമപഞ്ചായത്താണ്. മരങ്ങളൊക്കെ നോക്കിയാൽ വലിയ വലിയ മരങ്ങളായിരുന്നില്ല. എല്ലാം മുറിച്ച് എല്ലാം പോയി അല്ലേ. മല കണ്ടോ? മലകൾ കാണാം. പിന്നെ വേറെ കാര്യമുണ്ട്, ചെറിയ ചെരിവും സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും. കുറഞ്ഞ വിലക്ക് അറിയുമ്പോ അപ്പൊ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെന്താ വെച്ചാൽ സ്ഥലമൊന്നും കിട്ടൂല. ഇതാണ് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ അതേമാതിരി റോഡ് ഉണ്ടാവും കേട്ടോ, കറുത്ത റോഡ്. ഇതാണ് നമ്മള് 7 ഏക്കർ പിന്നെ 7.25 ഏക്കർ ഏക്കറിന് 7.5 ലക്ഷം രൂപക്ക് കൊടുക്കാന്ന് പറഞ്ഞ്
അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം. ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള സ്ഥലം. ഇവിടുന്നാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് ചാമ്പിയത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഇവിടെ ഇഷ്ടംപോലെ കുറെ വണ്ടികൾ കയറി പോയിട്ടല്ലാണ്ട് കച്ചവടമായോ? അങ്ങോട്ടൊക്കെ സ്ഥലങ്ങളുള്ള ആൾക്കാരുടെ വെള്ളമൊക്കെ കണ്ട എപ്പോഴും വെള്ളം ഉണ്ടല്ലോ. നല്ല ജാതിത്തോട്ടോ നല്ലൊരു എന്താ പറയാ ഫുള്ള് വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇതാ ഫ്രണ്ടിലോട്ട് അതിന്റെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം കേട്ടോ. അത് അവിടുന്ന് തുടങ്ങിയിട്ടാണ് ഇതുവരെ അതിന്റെ ഫ്രണ്ടേജ്. ഇവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് അതില് വരുന്നത്. ഫ്രണ്ടേജ് ഒക്കെ ഇഷ്ടംപോലെ നല്ല നീളം വരുന്നുണ്ട്. പോസ്റ്റ് വരെ ഉണ്ട് അല്ലേ? റോഡ് മാറി നമുക്ക്. റോഡ് മാറിയോ? ഇല്ലാന്ന് കൃഷിയൊക്കെ ഉണ്ടല്ലോ നിങ്ങള്. പിന്നെ സ്ഥലത്തുമൊക്കെയല്ല നോക്കേണ്ടത്, വരുമാനം കിട്ടുന്ന മുതലുമൊക്കെ നോക്കി. കാരണം പിന്നെ വേറെ പറമ്പില് കണ്ടില്ലേ കവുങ്ങ് തെങ്ങ് സംഭവങ്ങളൊക്കെ നല്ല നല്ല കായൊക്കെ പിടിച്ചിരിക്കണുണ്ടല്ലേ. ഇതേമാതിരി സംഭവം സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ പോകുന്നോളി. അതും പറഞ്ഞിക്കാതല്ലേ. അങ്ങനെ നമ്മള് ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് എത്താൻ പോവുകയാണ്. കുറച്ചും കൂടി പോയാ മതി. നമുക്ക് ഏകദേശം എത്താനായി. നല്ലൊരു സ്ഥലമാണല്ലോ. അവിടെ അപ്പുറം ഫുള്ള് റബ്ബറാതെ ആ ഭാഗത്തേക്ക്. റോഡൊക്കെ നല്ല റോഡാട്ടോ. കറണ്ട് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, വെളിച്ചുണ്ടാവും. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. അവിടെ വീടുണ്ട് ഉണ്ടല്ലേ. ഉള്ളേരിയ ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരില്ലാത്ത ഏരിയ അങ്ങനത്തെ ഒന്നുമല്ല. ഇഷ്ടംപോലെ ആൾക്കാരുള്ള സ്ഥലങ്ങളാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കണ ഇപ്പൊ ഈ കാണുന്ന മാർക്കറ്റ് ഇതൊക്കെ റബ്ബറാണ്. ഇതൊക്കെ ഇപ്പൊ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ്. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും. പിന്നെ അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ആയിരിക്കും വീടുകൾ ഉണ്ടാവുക അതിനോടൊക്കെ ചേർന്ന്. പിന്നെ അതേമാതിരി എല്ലായിടത്തും കറണ്ട് ഉണ്ടാവും. അന്നെക്കും പറയാനുള്ളത് ആന്റെ വീട് വലിയ വലിയ വീടാട്ടോ. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു വ്യൂ കണ്ടോട്ടിട്ട് ഞങ്ങള് ജാതി ഏതാ മുതലാണ്ട് അതിന്റെ മേലൊക്കെ വാഴ കൃഷി ആണ്ടോക്കില്ലേ വാഴ കൃഷിയൊക്കെ ചെയ്തേക്കുന്നേ അങ്ങല്ലേ. ഫുള്ള് വാഴ കൃഷിക്കാണ്. വണ്ടിയാണ് പോയിക്കോട്ടെ. താഴൊക്കെ വീടുകളുണ്ട് കേട്ടോ. പോട്ടെ പോട്ടെ. ഇത് കണ്ട ഇതൊക്കെ വാഴ ഉണ്ടല്ലേ. നല്ലൊരു സ്ഥലം. നല്ലൊരു കമന്റ് അടിക്കാതെ വന്നിരുന്നാണ്ട് അവിടെ സ്പ്രിംഗ്ലർ ഒക്കെ വെച്ച് നനയ്ക്കുന്നുണ്ട്. ആന ഇറങ്ങും പുലി ഇറങ്ങും പറഞ്ഞിട്ട് ആൾക്കാരും വെറുപ്പിച്ചിരിക്കരുത് നിങ്ങള്. കപ്പയൊക്കെ പൈസ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോണ്ടിരിക്കാതെ വന്ന് സ്ഥലമൊക്കെ നല്ല നല്ല ഇട്ടോളിട്ടോ. നല്ല നല്ല സ്ഥലങ്ങൾ കിട്ടാണ്ട് കണ്ടില്ലേ. മേലൊക്കെ വാഴ കണ്ടോ, ഫുള്ള് വാഴ കൃഷി. അതേപോലെ കാപ്പിത്തോട്ടം. നമ്മള് കണ്ണൂരിൽ കൂടെ നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മള് പിണറായി ടൗണിൽ കൂടെ നമ്മള് നടന്ന്. തലപ്പുളം നമ്മളെ തല മേലുണ്ട്, കഴുത്തിന് മേലുണ്ട്. എത്രമാനം ആൾക്കാരെ പറഞ്ഞറിയോ. അപ്പൊ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റ് നമുക്ക് ഇവിടെ എത്തി. ഇവിടെയാണ് നമുക്ക് പിന്നെ ഇവിടുന്ന് ഇതിലടുത്ത് ഒരാളുടെ മൂപ്പരെ കണ്ടിട്ട് വീഡിയോ എടുക്കണം. അപ്പൊ സംഭവങ്ങളും കാര്യങ്ങളും നമ്മളെ യാത്രകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലെ. പിന്നെ നിങ്ങളെ സ്ഥലങ്ങൾ ഏതെല്ലാം നമ്മളെ ഈ ഒരു ഏരിയയിൽ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് സ്ഥലങ്ങൾ എടുക്കണം, കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത്? അത്രയും പറയാനുള്ളത് എനിക്ക് പറയാനുള്ള തന്നെയുള്ളു പറയാനുള്ളത്. അപ്പൊ നമ്മളെ ചെക്കൻ ഇവിടെ കളിയാണ്. എന്ത് കളി? ഓൻ വെറുതെ ഇരിക്ക. അപ്പൊ നമുക്കെന്നാ വീഡിയോ പഠിച്ചിട്ടൊന്ന് നിർത്തിയാലോ? നമുക്കെന്നാ പറ നിർത്താൻ അറിയാം. ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോയിലൊന്ന് കാണാറാ.
അപ്പൊ ചങ്കളെ അല്ലെ പറ, അപ്പൊ ചങ്കളെ നമുക്ക് അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പറയടാ, നീയും പറയടാ. ഉറക്കെ പറ. ഞാൻ എന്റെ വക എന്ന് പറഞ്ഞ ഓന് നാണാണ്. മടിയാകുന്നുണ്ടോ ഒരു മടി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണട്ടോ. ബൈ 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 ബൈ.